പുതുവർഷത്തിൽ വിമാന നിരക്കുകളിൽ വലിയ വർധനവിന് സാധ്യതയെന്നാണ് റിപ്പോർട്ട്. വർദ്ധിച്ചുവരുന്ന ഇന്ധന ചിലവ്, പണപ്പെരുപ്പ, സമ്മർദ്ദം, യാത്രയ്ക്കുള്ള സുസ്ഥിരമായ ആവശ്യം എന്നിവയുൾപ്പെടെയുള്ള സാമ്പത്തിക ഘടകങ്ങൾ കാരണമാണ് ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കാൻ കാരണമാകുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. മിക്ക അന്താരാഷ്ട്ര റൂട്ടുകളിലും വിമാന നിരക്ക് 2% മുതൽ 14% വരെ വർദ്ധിക്കുമെന്നാണ് ഗ്ലോബൽ ബിസിനസ് ട്രാവൽ അസോസിയേഷന്റെ റിപ്പോർട്ട്. ഏഷ്യ പസഫിക്, മിഡിൽ ഈസ്റ്റ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലായിരിക്കും നിരക്ക് വർധനവ് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക. വിമാന കമ്പനികളുടെ പ്രവർത്തന ചിലവിന്റെ 20% മുതൽ 30% വരുന്ന ഇന്ധനവിലയാണ് ഈ വർധനയുടെ പ്രധാന ഘടകം. എണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും 2025 പ്രവചനങ്ങൾ 2020 മുൻപുള്ള നിലവാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന ശരാശരി ചിലവാണ് സൂചിപ്പിക്കുന്നത്. പ്രധാന വിപണികളിലെ പണപ്പെരുപ്പവും തൊഴിലാളി ക്ഷാമവും ആഗോളതലത്തിൽ എയർലൈനുകളുടെ പ്രവർത്തന ചിലവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിമാനയാത്രയുടെ നിർണായക കേന്ദ്രമായ മിഡിൽ ഈസ്റ്റ് ആഗോള പ്രവണതകളെ പ്രതിഫലിക്കും എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, ഇത്തിഹാദ് എയർവേസ് എന്നിവ 2025 ദീർഘദൂര ഫ്ലൈറ്റുകൾക്ക് മിതമായ നിരക്ക് വർധനവ് ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രീമിയം ക്യാബിൻ ബുക്കിംഗുകൾ വർഷം തോറും 18% വർദ്ധിച്ചതായി UAE ആസ്ഥാനമായുള്ള കാരിയർ റിപ്പോർട്ട് ചെയ്യുന്നു. എയർ അറേബ്യയും ഫ്ലൈ ദുബായും ടിക്കറ്റ് നിരക്കിൽ ഇളവ് നൽകുന്നവരാണ്. എന്നാൽ ഇന്ധനവില കുത്തനെ ഉയർന്നാൽ ഈ പ്രവണതയിലും മാറ്റമുണ്ടാകും. വിമാന നിരക്ക് ഉയരുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് യാത്രക്കാർക്ക് നിരക്കിളവിനായി ചില മാർഗങ്ങൾ അവലംബിക്കാവുന്നതാണ്. ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുക എന്നതാണ് അതിൽ ഒന്നാമത്തേത്. യാത്രയ്ക്ക് തൊട്ടു മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അമിത വിലയിലേക്ക് നയിക്കും. എന്നാൽ 2-3 മാസം മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിലൂടെ 20% വരെ ലാഭിക്കാം. നിരക്ക് മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഉപയോക്താക്കളെ സഹായിക്കുന്ന ആളുകളും ടൂളുകളും സ്ഥിരമായി പിന്തുടരുക. ആഴ്ചയുടെ മധ്യത്തിൽ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ലേ ഓവറുകൾ തിരഞ്ഞെടുക്കുന്നത് ചിലവ് ഗണ്യമായി കുറയ്ക്കും. ക്രെഡിറ്റ് കാർഡ് റിവാർഡുകൾ പ്രയോജനപ്പെടുത്തുന്നതും പരിഗണിക്കാവുന്നതാണ്. 2025 വിമാന നിരക്ക് 2020 മുൻപുള്ള നിലയിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പാണ്. അതിനാൽ ചിലവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ മാർഗങ്ങൾ യാത്രക്കാർ ഉപയോഗിക്കുന്നതായിരിക്കും ഗുണകരം. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് വിസ മാറ്റുന്നതിനുള്ള ഫീസ് നിരക്ക് ബഹ്റൈൻ കുത്തനെ വർദ്ധിപ്പിച്ച വാർത്ത ഏറെ ശ്രദ്ധേയമായിരുന്നു. ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത്. 2014 ബന്ധപ്പെട്ട ഉത്തരവിൽ ഭേദഗതി വരുത്തിയാണ് ഫീസ് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ മാസം 19 ഒഫീഷ്യൽ ഗസറ്റിൽ ഉത്തരവ് പരസ്യപ്പെടുത്തിയത്. അന്നു മുതൽ ഉത്തരവ് പ്രാബല്യത്തിലായി എന്ന് അധികൃതർ അറിയിച്ചിരുന്നു. വിസിറ്റ് വിസ വർക്ക് വിസയാക്കി മാറ്റുന്നതിനുള്ള ഫീസ് നേരത്തെ 60 ദിനാർ ആയിരുന്നു. ഇപ്പോൾ അത് 250 ദിനാറായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്പോൺസർ മാറാതെയുള്ള വിസ മാറ്റത്തിനുള്ള ഫീസാണ് വർദ്ധിപ്പിച്ചത്. 400% വർധനമാണ് വരുത്തിയിരിക്കുന്നത്. വിസിറ്റ് വിസ ഫാമിലി റീയൂണിഫിക്കേഷൻ വിസയാക്കി മാറ്റുന്നതിനുള്ള ഫീസിലും മാറ്റമുണ്ട്. സൗദി അറേബ്യയിൽ എത്തുന്ന പ്രവാസി കുടുംബങ്ങൾ വിസ പുതുക്കാൻ വേണ്ടി നേരത്തെ ബഹ്റൈനിൽ പോകുമായിരുന്നു. ഇടക്കാലത്ത് ഈ സൗകര്യം നിലച്ചിരുന്നു. പ്രവാസി കുടുംബങ്ങളെ ഇത് ഏറെ പ്രയാസത്തിലാക്കുകയും ചെയ്തതാണ്. എന്നാൽ നിലവിൽ വിസ ഓൺ അറൈവലും ഇപ്പോൾ ലഭ്യമായി തുടങ്ങി.